ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് പറഞ്ഞത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഏതൊക്കെയാ? റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഈ നാല് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ രണ്ട് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഓരോ പ്രോബ്ലംസ് വീതം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ രണ്ട് പ്രോബ്ലംസിൽ സംശയങ്ങളൊന്നും കാണില്ല. അടുത്ത നമ്മൾ മൂന്നാമത്തെ പ്രോബ്ലം ചെയ്യാണ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ, ആ പ്രോബ്ലം ഇതാണ്, ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. 1 gram ഓഫ് നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 15 gram ഓഫ് ബെൻസീൻ. 1 gram of non-electrolyte solute is dissolved in 15 gram of benzene. Lowered the freezing point of benzene by 0.4 K. The freezing point depression constant is 5.12 K. Find molecular mass of solute. അപ്പോൾ നമുക്കറിയാം ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റിൽ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് എം ബി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ നമുക്കറിയാം. എന്താ? എം ബി ഈക്വൽ ടു കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എഫ് ഇൻറ്റു ഡബ്ല്യു എ. ഇത് നമ്മൾ ഡെറിവേഷനിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനുള്ള സമവാക്യം പഠിക്കുക. എം ബി ഈക്വൽ ടു എന്താ? കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എഫ് ഇൻറ്റു ഡബ്ല്യു എ. ഇനി നമുക്ക് നോക്കാം. 1 gram ഓഫ് നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ട്. അപ്പൊ നമുക്ക് സൊല്യൂട്ട് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ബി. എന്താണ് ഡബ്ല്യു ബി എന്ന് പറഞ്ഞാൽ? മാസ് ഓഫ് ദ സൊല്യൂട്ട്. എത്ര ഗ്രാം? 1 gram അല്ലെ? ഈസ് ഡിസോൾവ്ഡ് ഇൻ 15 gram ഓഫ് ബെൻസീൻ. 50 gram ഓഫ് ബെൻസീൻ. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡബ്ല്യു എ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ സോൾവെന്റ്. എത്ര? 15 gram. ഓക്കെ, ക്ലിയർ. അപ്പൊ ഡബ്ല്യു ബി തന്നിട്ടുണ്ട്, ഡബ്ല്യു എ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ബൈ 0.4 K. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി എഫ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് മാത്രമേ തരുള്ളൂ. അപ്പൊ ഡെൽറ്റ ടി എഫിന്റെ വാല്യൂ എത്രയാണ്? 0.4 K ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ. അതുപോലെ തന്നെ the freezing point depression constant is 5.12 എന്ന് പറഞ്ഞാൽ KF അല്ലേ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ KF ന്റെ വില നമുക്ക് എത്രയാണ്? 5.12 K. അപ്പൊ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. KF എത്രയാ? KF എന്ന് പറഞ്ഞാൽ 5.12 ഇൻറ്റു ഡബ്ല്യുയുടെ വില എത്ര? 1 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എഫ് എത്രയാ? 0.4 ഇൻറ്റു ഡബ്ല്യുയുടെ വില എത്ര? 15. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. 256 എന്ന് ഒരു ആൻസർ കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 256 ഗ്രാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ പ്രോബ്ലം നോക്കുക. ഇത് എക്സാമിന് ചോദിച്ച സെയിം പ്രോബ്ലം ആണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ഇതെന്താ കണ്ടുപിടിക്കാനുള്ള? ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുത്തി അതിന്റെ മോളിക്കുലാർ മാസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 1 gram ഓഫ് നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 15 gram ഓഫ് ബെൻസീൻ. ലോവേർഡ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ബൈ 0.4 K. ദ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഈസ് 5.12 K. ഫൈൻഡ് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പം നമുക്ക് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം എം ബി ഈക്വൽ ടു എന്താ? കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എഫ് ഇൻറ്റു ഡബ്ല്യു എ. നമ്മൾ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിൽ ഡബ്ല്യു ബിയുടെ വിലയുണ്ട്. ഡബ്ല്യു ബി എന്താ? ഡബ്ല്യു ബിയുടെ പേര് മറക്കരുത്. മാസ് ഓഫ് ദ സൊല്യൂട്ട് എന്നാണ് പറയുന്നത്. അത് എത്രയാണ്? 1 gram നമുക്ക് കിട്ടി. ഡബ്ല്യു എ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ സോൾവെന്റ് ആണ്. അത് 15 gram ആണ്. ഡെൽറ്റ ടി എഫ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണ്. അല്ലെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യനിൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് മാത്രമേ കാണുള്ളൂ. അത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ്. 0.4 K ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കെ അല്ലെ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്
അല്ലെങ്കിൽ എബിലൂസ്കോപ്പിക് കോൺസ്റ്റന്റിന്റെ വില എന്ന് പറയുന്നത് 5.12 ആണ്. അപ്പൊ എല്ലാ വാല്യൂസും നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 256 എന്ന് കിട്ടും. ഓക്കെ, ഇത് എക്സാമിന് ചോദിച്ചാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം മൂന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ പ്രോബ്ലവും നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതിന് പറയുന്ന പേര് ഓസ്മോട്ടിക് പ്രഷർ എന്നാണ് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ഓസ്മോട്ടിക് പ്രഷറുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രോബ്ലം ശ്രദ്ധിക്കുക. 200 centimeter cube of aqueous solution of protein contains 1.26 gram. The osmotic pressure of such solution at 300 Kelvin is found to be 2.57 into 10 raised to minus 3 bar. Calculate molecular mass of protein. അല്ലേ? അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ MB എന്താ? WB into RT divided by pi V. ഓക്കെ, അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിന്റെ നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? WB into RT divided by എന്താ? pi V. ഓക്കെ, നമുക്കറിയാം WB യുടെ വില എത്രയാ? WB എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ സൊല്യൂട്ട്. എത്രയാണ് നമുക്ക് തന്നിട്ടുള്ള? 1.26 ഗ്രാം. ഓക്കെ, അതുപോലെ തന്നെ 200 സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ നമുക്ക് വോളിയം തന്നിട്ടില്ലേ? വോളിയം സമം എത്ര? 200 സെന്റിമീറ്റർ ക്യൂബ്. അതിലിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പൈ എന്താ പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററല്ലേ പൈ? നോക്കുക എന്താണ്? The osmotic pressure of such solution at 300 Kelvin is found to be 2.57 into 10 raised to minus 3 bar. അപ്പൊ പൈയുടെ വില എത്രയുണ്ട്? 2.57 into 10 raised to minus 3. ഓക്കെ, ഇനി നമുക്ക് ടെമ്പറേച്ചർ പറഞ്ഞിട്ടില്ലേ? ടെമ്പറേച്ചർ എത്രയാണ്? 300 കെൽവിൻ. ഓക്കെ, ടെമ്പറേച്ചർ എത്രയാണ്? 300 കെൽവിൻ. ഇനി ഒരു വാല്യൂ കൂടെ നമുക്ക്, അത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരണമെന്നില്ല. ആർ. എന്താണ് ആർ എന്ന് പറയുന്ന പേര്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്നാണ്. ആറിന്റെ വാല്യൂ പഠിക്കുക. എത്ര? 8.314 ജൂൾ. നമ്മൾ പ്ലസ് വണ്ണിലെ പഠിച്ചിട്ടുണ്ട്. ആറിന് 4 വാല്യൂസ് ഉണ്ട് അല്ലെ? ഇത് ജൂളിലുള്ള വിലയാണ്. ഇനി ബാറിലുള്ള വിലയുണ്ട് 0.083 ബാർ. അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളതെങ്കിൽ ആ വില തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് എടുക്കുക? ആർ ഈക്വൽ ടു എന്താ? 8.314 ജൂൾ. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലോട്ട് അല്ലെങ്കിൽ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. MB ഈക്വൽ ടു WB എത്ര? 1.26 ഇൻറ്റു ആറിന്റെ വില എത്രയാടാ? 8.314 ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 300 കെൽവിൻ ഡിവൈഡഡ് ബൈ പൈ മീൻസ് ഓസ്മോട്ടിക് പ്രഷർ എത്രയാ? 2.57 ഇൻറ്റു 10 raised to minus 3 ഇൻറ്റു വോളിയം എത്രയാ പറഞ്ഞിട്ടുള്ളത്? 200 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 57.5 എന്നാണ് കിട്ടുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 57.5 എന്ന് കിട്ടും. ഓക്കെ, സംശയമില്ലല്ലോ. ഞാൻ ഒരിക്കൽ കൂടെ പ്രോബ്ലം പറയാം. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലെയും ഓരോ പ്രോബ്ലംസ് വീതം നമ്മൾ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നമുക്ക് പറയുന്നത് എന്താ? 200 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് aqueous solution of protein contains 1.26 gram. The osmotic pressure of such solution at 300 Kelvin is found to be 2.57 into 10 raised to minus 3 bar. Calculate molecular mass of protein. അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം MB ഈക്വൽ ടു എന്താ? WB ഇൻറ്റു RT ഡിവൈഡഡ് ബൈ പൈ വി. അവിടെ നമ്മൾ ഡെറിവേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, WB എന്താണെന്ന് അറിയാമല്ലോ? മാസ് ഓഫ് സൊല്യൂട്ട് എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 1.26 ഗ്രാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വോളിയം എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? 200 സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ V ഈക്വൽ ടു എത്ര? 200 സെന്റിമീറ്റർ ക്യൂബ്. അതുപോലെ തന്നെ പൈ എന്ന് പറഞ്ഞാൽ എന്താ? ഓസ്മോട്ടിക് പ്രഷർ ആണ്. ഓസ്മോട്ടിക് പ്രഷർ എത്രയാണ്? 2.57 ഇൻറ്റു 10 raised to minus 3. അതുപോലെ തന്നെ ടെമ്പറേച്ചർ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എത്രയാ? 300 കെൽവിൻ. ആറിന്റെ വിലയില്ല. ആറിന് പറയുന്ന പേരെന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. ആറിന് 4 വാല്യൂസ് ഉണ്ട്. നമ്മൾ 2 വിലകളെങ്കിലും പഠിച്ചു വെക്കുക. ജൂളിലുള്ള വില എത്രയാ? 8.314 ജൂൾ. ബാറിൽ എത്രയാ? 0.083 ബാർ. ഏതാണ്? ചിലപ്പോൾ ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആറിന്റെ വാല്യൂ നമുക്ക് തരും അല്ലെ?
അപ്പൊ ഏതാണോ നമുക്ക് തന്നേക്കുന്ന വാല്യൂ അതിട്ട് ചെയ്യുക. ഇപ്പൊ തരാത്തോണ്ടാണ് നമ്മൾ എന്താ ചെയ്തത് 8.314 ജൂൾ ഇട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ക്വാണ്ടിറ്റീസും നമ്മളെ കയ്യിലുണ്ട്. ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്രയായിട്ടും 57.5 എന്ന് നമുക്ക്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് അറിയാം. എന്താ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്? ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താ റിലേറ്റീവ് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ഡു നോട്ട് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ നാച്ചർ ഈസ് കാൾഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻറ്റു 4 ടൈപ്സ്. പരീക്ഷയ്ക്ക് ചോദിച്ചു 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ പേരെഴുതാനാണ് ചോദിച്ചത്. 2 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ, അതുകൊണ്ട് അത് കൃത്യമായി പഠിച്ചോണം. ഏതൊക്കെയാണ്? റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ ഓസ്മോട്ടിക് പ്രഷർ. ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ ഏതെങ്കിലും ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലം മസ്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. ഞാൻ എല്ലാത്തിൻ്റെയും ഓരോ മോഡൽ ക്വസ്റ്റ്യൻസ് വീതം ചെയ്തിട്ടുണ്ട്. നോട്ടിൽ അഡീഷണൽ ആയിട്ട് കുറെ പ്രോബ്ലംസ് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഓരോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെയും ഓരോ പ്രോബ്ലംസ് വീതം ചെയ്തത്. നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആ ഡെറിവേഷൻ നിങ്ങൾ കറക്റ്റ് പഠിച്ചു വെച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ സമവാക്യം അപ്ലൈ ചെയ്യാൻ പറ്റൂ. എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെയും പ്രോബ്ലം ചെയ്യുമ്പോൾ MB ചിലപ്പം കണ്ടുപിടിക്കാൻ, MB മാത്രമായിരിക്കില്ല കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. MB നമുക്കറിയാം മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഡെൽറ്റ TB കണ്ടുപിടിക്കാൻ ചോദിക്കും, ദാറ്റ് ഈസ് എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്. അതുപോലെ തന്നെ ഡെൽറ്റ TF ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഞാനിപ്പോ 4 പ്രോബ്ലത്തിലും ഞാൻ കണ്ടുപിടിച്ചത് എന്താ? മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഇത് മാത്രമായിരിക്കില്ല പ്രോബ്ലത്തിൽ ചോദിക്കുന്നത്. ഡെൽറ്റ TB കണ്ടുപിടിക്കാൻ ചോദിക്കും, ഡെൽറ്റ TF കണ്ടുപിടിക്കാൻ ചോദിക്കും, ചിലപ്പോൾ പൈയുടെ വില, ഓസ്മോട്ടിക് പ്രഷർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കും. അതുകൊണ്ട് ഇതെല്ലാം അഡീഷണൽ ആയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യും. ഇത് ഇത്രയും നന്നായിട്ട് നോട്ട്ബുക്കിലോട്ട് എഴുതിയെടുത്ത് നിങ്ങൾ ഓരോ പ്രാവശ്യം ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ നമ്മൾ നോക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് വരാം. ഏകദേശം ഈ ചാപ്റ്റർ നമ്മളൊരു 80% ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം കൂടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പാർട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.